ആദരണീയരെ, ബഹുമാന്യൻ, കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ലൈബ്രറി കോൺഗ്രസിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടന്നിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സായാഹ്നമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഈ സാംസ്കാരിക സായാഹ്നത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവറുകളാണ്. സംഗീത ലോകത്തെ നമ്മുടെ അഭിമാനമായ ശ്രീ കൈതപ്പുറത്തെ ഈ ചടങ്ങിൽ ഏറെ ആദരണീയനായ കേരളത്തിൻ്റെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നമ്മുടെ എല്ലാം വഴികാട്ടിയായ ശ്രീ ഇ.പി. ജയരാജൻ അവറുകളാണ്. അദ്ദേഹത്തെയും ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്ത് അവറുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്ന കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ, ശ്രീ ഡി സുരേഷ് കുമാർ, എം ആർ സുപ്രിയ, എം കെ രമേഷ് കുമാർ, ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മുകുന്ദൻ മഠത്തിൽ എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിനെ സമ്പന്നമാക്കുന്ന ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ അമരക്കാരൻ ശ്രീ വി ശിവദാസൻ എം പി, ചെയർമാൻ ശ്രീ ടി കെ ഗോവിന്ദ മാഷ്, അതുപോലെ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പി കെ വിജയൻ അവറുകൾ, അതുപോലെ ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്ന ഷാജു ജോൺ, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ ഇ.പി. ജയരാജൻ അവറുകളോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആദരണീയനായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീ രാജേഷ് കടന്നപ്പള്ളി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ ഡി സുരേഷ് കുമാർ, ശ്രീ എം ആർ സുപ്രിയ, ശ്രീ എം കെ രമേഷ് കുമാർ, ശ്രീ മുകുന്ദൻ മഠത്തിൽ, ശ്രീ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, ടി ശിവദാസൻ എം പി, ഷാജി ജോൺ, മറ്റ് വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ ഒരു പുതിയ അനുഭവമാണ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് എന്ന ഈ സംരംഭം. ഇവിടെ കേരളത്തിലുള്ള ലൈബ്രറികളെ പ്രതിനിധീകരിച്ചിട്ടുള്ള അംഗങ്ങളാണ് കൂടുതൽ പങ്കെടുക്കുന്നവരെങ്കിലും ഇത് ദേശീയ അടിസ്ഥാനത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയുടെ തന്നെ ഒരു ലൈബ്രറി കോൺഗ്രസ്സായി തുടക്കം കുറിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി അഭേദ്യമായി ബന്ധമുള്ളതാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു വരണമെങ്കിൽ ജനങ്ങൾക്കറിവുണ്ടാകണം. ലോകത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയണം. അവർക്ക്
അക്ഷരാഭ്യാസം ഉണ്ടാകണം. അക്ഷരങ്ങളുടെ അറിവുകളിലൂടെ വിജ്ഞാനം നേടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിദ്യാഭ്യാസവും സാംസ്കാരികവുമായി ജനതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. കേരളത്തിൽ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കം തിരുവിതാംകൂർ രാജഭരണകാലത്താണ്. 1829 നമ്മുടെ ഇന്നത്തെ പലർക്കും അറിയാമായിരിക്കും ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി. ആ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് അടിത്തറയിട്ടിട്ടുള്ള ഒരു സ്ഥാപനം. അന്ന് തിരുവിതാംകൂർ രാജഭരണകാലത്ത് സ്വാതി തിരുനാൾ മഹാരാജാവാണ് അതിന് മുൻകൈയെടുത്തത്. തിരുവിതാംകൂറിൻ്റെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും വളർത്തിയെടുക്കാൻ രാജകീയ ഭരണകാലത്ത് ഒട്ടേറെ നടപടികളും ഭരണപരിഷ്കാരങ്ങളും ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്താണ് നമ്മുടെ ഇന്നത്തെ നിയമസഭാ മന്ദിരമല്ല, പഴയ നിയമസഭാ മന്ദിരം ആ ഭരണത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നത്. അങ്ങനെ രൂപീകരിച്ച ഈ ഗ്രന്ഥശാലയാണ് പിന്നീട് കേരളത്തിലാകെ രൂപപ്പെടുകയും വളർന്നു വരികയും ചെയ്തത്. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഒരു പിൻപുറം നോക്കിയാൽ ഇടതുപക്ഷക്കാർ, പുരോഗമനവാദികൾ ഇവരെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ട് കാണാം. 1937 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവായിരുന്ന ശ്രീ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് വെച്ച് ഒരു മലബാർ വായനശാല സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് അക്ഷരം പഠിപ്പിക്കാൻ, ജനങ്ങളെ ഉത്ഭുതരാക്കാൻ, ഇന്നത്തതുപോലെ വാർത്താവിനിമയ രംഗത്തോ അറിവിൻ്റെ മേഖലയിലോ പുസ്തക രംഗത്തോ ഒന്നും പ്രാപ്തിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ ഉത്ഭുതരാക്കാൻ, ദേശീയബോധം വളർത്തിയെടുക്കാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അന്ന് കേരളത്തിലെ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഒരു അറിവുള്ള പേരായിരിക്കും ശ്രീ കെ ദാമോദരൻ. അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒരു വലിയ സ്ഥാനമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാക്കളിൽ അന്ന് VMS-നോടൊപ്പമുള്ള NC ശേഖരോടിനൊപ്പമുള്ള ഒരാളാണ് ശ്രീ കെ ദാമോദരൻ. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി രൂപീകരിച്ചുകൊണ്ടാണ് ഈ 1-ാം മലബാർ വായനശാല സമ്മേളനവും അതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപം കൊണ്ടത്. ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിൽ സമസ്ത കേരള പുസ്തകോത്സവം, പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനും പുസ്തകങ്ങൾ ജനങ്ങളുമായി ഇടപഴകാനും അറിവുകൾ കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംരംഭം എന്നുള്ള നിലയിൽ കൊച്ചി ഭരണകാലത്ത്, അത് ദിവാൻ ഭരണമാണ്, അവിടെയും ഇത്തരമൊരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില പ്രസിദ്ധീകരണങ്ങളും ആരംഭിച്ചു. 1945 ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രസ്ഥാനം വളർന്നു വന്നു. അന്ന് നമുക്കൊക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവർക്കൊക്കെ പരിചയമുള്ള ഒരു പേരായിരിക്കും ശ്രീ PN പണിക്കർ. അദ്ദേഹം സെക്രട്ടറി ആയിക്കൊണ്ടുള്ള ഒരു ഭരണസമിതി ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലൈബ്രറി പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഒട്ടനവധി സാമൂഹ്യ, രാഷ്ട്രീയ,
പ്രസ്ഥാനങ്ങളിലൊക്കെ ആകൃഷ്ടരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദേശാഭിമാനികൾ ഒത്തുചേർന്ന് രൂപം കൊടുത്തുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഗ്രന്ഥശാല പ്രസ്ഥാനം വളർന്നു വന്നത്. അങ്ങനെ കേരളത്തിൽ ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 10-40-50 താഴെ ഗ്രന്ഥശാലകളാണ് അന്ന് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. അവ എല്ലാം കൂടി ചേർത്ത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം, ഗ്രന്ഥശാല സംഘം എന്ന പ്രസ്ഥാനത്തിന് തന്നെ രൂപം കൊടുത്തത്. ശ്രീ പി എൻ പണിക്കർ ഇതിലൊക്കെ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. 948 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകൃതമായി. 950 തിരുകൊച്ചി ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകൃതമായി. 977 ഈ ഗ്രന്ഥശാലകൾ ഒരു ഗവൺമെൻറ് നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തനം ആരംഭിച്ചത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭയിൽ ഒരു നിയമം നിർമ്മാണം നടന്നു. ആ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1989 കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് പ്രകാരം ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ രൂപീകൃതമായി പ്രവർത്തനം ആരംഭിച്ചത്. 1991 വരെ കേരള ഗ്രന്ഥശാല സംഘം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അത് ലൈബ്രറി കൗൺസിലായി രൂപപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ 14 ജില്ലാ ലൈബ്രറി കൗൺസിലുകളുണ്ട്, 63 താലൂക്ക് ലൈബ്രറി കൗൺസിലുകളുണ്ട്. ഏതാണ്ട് കേരളത്തിൻ്റെ കണക്കനുസരിച്ച് 9000-ഓളം ലൈബ്രറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവരുടെ തന്നെ ഒരു പ്രധാന ലക്ഷ്യമായി അംഗീകരിച്ച് വായിച്ച് അറിവ് നേടി വളർന്നു വരിക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വീക്ഷണത്തോടുകൂടി ഈ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒരു ക്രിയാത്മകമായ മാറ്റം ഉയർത്തിക്കൊണ്ടുവരാൻ പല കാലഘട്ടങ്ങളിലായി സാമൂഹ്യ രംഗത്ത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി പ്രവർത്തിച്ചു വന്ന ബുദ്ധിജീവികൾ ഇവരെല്ലാം കൂടിച്ചേർന്ന് രൂപപ്പെടുത്തിയിട്ടാണ് കേരള ഗ്രന്ഥശാല സംഘം ലൈബ്രറി കൗൺസിൽ എന്ന നിലയിലേക്ക് ഉയർന്നു വന്നത്. ഇന്ന് നമ്മുടെ കേരളത്തെ എടുത്ത് പരിശോധിച്ചാൽ കേരളം സമ്പൂർണ്ണ സാക്ഷരതയുടെ നാടാണ്. ഏതാണ്ട് എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാം. ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട്. പലതരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ജീവചരിത്രങ്ങൾ, ലേഖനങ്ങളുടെ സമാഹരണങ്ങൾ, ചെറുകഥകളുടെ സമാഹരണങ്ങൾ, ഒട്ടനവധി പുസ്തകങ്ങൾ കേരള സമൂഹത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ചിലരെല്ലാം ആകട്ടെ മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നിർമ്മിക്കാൻ തൽപരരായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രഗത്ഭരായ എഴുത്തുകാരും ചിന്തകന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ശ്രീ ടി പത്മനാഭൻ്റെ നാടാണ്. മലയാള സാഹിത്യത്തിൻ്റെ ചെറുകഥാരംഗത്ത് ഒരു അമൂല്യമായ സംഭാവന നൽകിയിട്ടുള്ള വലിയൊരു എഴുത്തുകാരൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ ഉയർന്നു വന്ന ശ്രീ മുകുന്ദൻ മാഷ്, ഒരു എംബസിയിൽ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച് എഴുത്തിലൂടെ മലയാളികളുടെ പേര് ലോകത്തിലെത്തിച്ചിട്ടുള്ള വലിയ മനുഷ്യൻ. ഇങ്ങനെ ഒട്ടനവധി, ചെറുശ്ശേരിയുടെ നാടാണിത്, ഒട്ടനവധി മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ എഴുത്തുകാരുടെ, ചിന്തകരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളുടെ കേരളം മലയാളത്തെ ഉയർത്തിയത്, ഭാഷയെ ഉയർത്തിയത്, നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ഉയർന്നു വന്നൊരു നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ ഇന്ന് സമ്പൂർണ്ണ സാക്ഷരതയുടെ നാടായിട്ടുള്ള കേരളത്തിലെ ലൈബ്രറികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഈ വായനശാലകളെ, ഗ്രന്ഥാലയങ്ങളെ നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ ഒരു അനുഭവം, വായനാശീലം കുറഞ്ഞു വരികയാണ്. ഒരുപക്ഷെ പലരും അത് അംഗീകരിക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ ധാരാളം, നിങ്ങളിവിടെ സ്ത്രീകൾ കുറവാണെങ്കിലും സ്ത്രീകൾ ധാരാളം വായിക്കുന്നവരായിരുന്നു. ആഴ്ചപ്പതിപ്പുകൾ, മാസികകൾ, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങൾ, ചെറുകഥകളും നോവലുകളും ഡിറ്റക്റ്റീവ് നോവലുകളും
എല്ലാ ആഴ്ചപ്പതിപ്പുകളും വായിച്ച് തള്ളിക്കളയുന്നവരായിരുന്നു നല്ലൊരു ഭാഗം സ്ത്രീകൾ. പക്ഷേ ഇന്നത്തെ സ്ഥിതി, സ്ത്രീകളിൽ വായനാശീലം കുറഞ്ഞു വരികയാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല. ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി വിവര സാങ്കേതിക വിദ്യയുടെ രംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള ശാസ്ത്ര നേട്ടങ്ങൾ, ആ ശാസ്ത്ര നേട്ടങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ടെലിവിഷൻ ചാനലുകളിലൂടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ടെലിവിഷൻ ഒരു കാലഘട്ടത്തിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നു. ഇന്നാണെങ്കിൽ ഈ ടെലിവിഷൻ ചാനലുകളിലൊക്കെ നിരവധി സീരിയലുകൾ, സിനിമകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഒരു പഴയകാലത്തെ പ്രഗത്ഭരായ വായനക്കാർ ഈ ചാനലുകൾക്ക് മുമ്പിലെത്തി വായനാശീലത്തിന് മങ്ങലേറ്റു. ഇത് നമുക്ക് ശാരീരികമായും ബുദ്ധിപരമായും മാനസികമായുമുള്ള വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വായനയ്ക്കുള്ളൊരു പ്രത്യേകത, വായനാശീലം നമ്മുടെ ബുദ്ധിയെ കൂടുതൽ ചിന്തിപ്പിക്കാൻ, നമ്മുടെ അറിവുകളെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ അറിവുകൾ നേടിയെടുക്കാൻ കഴിയുന്ന ചിന്താശക്തി രൂപപ്പെടുത്തും. ഒരു സിനിമ കണ്ടാൽ ടെലിവിഷൻ ചാനലിൽ പോയിരുന്നാൽ അത് കണ്ട് അവിടെ അവസാനിക്കുന്നതാണ്. പക്ഷെ വായനയിലൂടെ നമുക്ക് വലിയ തരത്തിലുള്ള ആശയങ്ങളും ചിന്തകളും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് വായനാശീലം എൻ്റെ അഭിപ്രായത്തിൽ പഴയതിനേക്കാളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. പണ്ട് 50 ലക്ഷം, 1 കോടി, 1.5 കോടി ജനസംഖ്യയുള്ള കാലഘട്ടത്തിൽ നിന്ന് 3.5 കോടി മലയാളികളുടെ ജന്മനാടാണ് കേരളം. ആ കേരളത്തിലെ ജനങ്ങളുടെ വായനാശീലം ഇനിയും വർദ്ധിപ്പിക്കാൻ, അതുവഴി നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ, എല്ലാവരെയും നമ്മുടെ ഒരു ഉയർന്ന സാംസ്കാരിക ബോധത്തിലേക്ക് ഉയർത്താൻ തീർച്ചയായും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. നമ്മുടെ ന്യൂ ജനറേഷൻ അതീവ ബുദ്ധിശാലികളാണ്. ഇപ്പോൾ മഹാനായ കാറൽ മാർക്സ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഈ പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്തതായി തുടരുന്നത് മാറ്റമെന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഒന്നിനെ മറ്റൊന്നാക്കാം, ഒന്നിനെയും ഇല്ലാതാക്കാൻ കഴിയില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റം മനുഷ്യരിലുമുണ്ട്. മനുഷ്യരിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയാണ്. നമ്മുടെ ചെറിയ കുട്ടികൾ, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാകും. 1 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ കൈവശം നിങ്ങളൊരു മൊബൈൽ കൊടുത്താൽ ആ കുട്ടിക്ക് ആ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ വീട്ടിലെ ടെലിവിഷൻ ചാനൽ ആ കുട്ടികൾ ഓപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ അവരുടെ കഴിവെന്ന് പറയുന്നവരെ ബുദ്ധിപരമായിട്ട് അവർക്ക് അതിനെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ആകർഷിച്ച് ചിന്തിപ്പിച്ച് രൂപപ്പെടുത്താൻ കഴിയുന്ന ബുദ്ധിപരമായ വളർച്ചയാണ്. കുട്ടികൾ നമ്മേക്കാളും ബുദ്ധിശാലികളാണ്. നമ്മയെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഈ തലമുറയിൽപ്പെട്ടവരെക്കാളും ബുദ്ധിശാലികളാണ് ഇന്നത്തെ കുട്ടികൾ. ഇനി ആ കുട്ടികൾക്ക് ശേഷം വരുന്നവർ അതിനേക്കാളും ബുദ്ധിശാലികളായിരിക്കും. മനുഷ്യൻ്റെ ഇന്നത്തെ ചിന്തയെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ അറിവ് വളരെ ചെറുതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വിവര സാങ്കേതിക വിദ്യയും കുറേ കണ്ടുപിടുത്തങ്ങളും ശൂന്യാകാശ ഗവേഷണങ്ങളും. രാവിലെ ശൂന്യാകാശത്തിലേക്ക് പോകും, 1 മാസം കഴിഞ്ഞ് തിരിച്ച് ഭൂമിയിൽ വരും. ഇപ്പോൾ ശൂന്യാകാശത്തിലേക്ക് ടൂറിസം പ്രോഗ്രാം വരെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അറിവുകൾ നേടുന്നുണ്ട്. കാലാവസ്ഥാ പ്രവചനങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി പ്രവചിക്കാൻ സാധിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്, നേട്ടമാണത്. നമുക്കറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ള അറിവുകൾ സ്ഥാപിച്ചെടുത്ത് അതിലൂടെ ചിന്തിച്ച് ഗ്രന്ഥപാരായണങ്ങളിലൂടെ അറിവുകൾ കൂടുതൽ സ്വാംശീകരിച്ച് നമ്മുടെ ബുദ്ധിപരമായ കഴിവിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ മനുഷ്യൻ്റെ ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് സാധിക്കും. അതിന് വായന അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള അറിയപ്പെടാത്ത കാര്യങ്ങൾ കണ്ടെത്തി നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുക, അതാണ് ഈ കാലഘട്ടത്തിൽ ശാസ്ത്രലോകം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം,
ഇന്ന് ഒരു പുതിയ യുഗമാണ്. എല്ലാവരുടെ കൈവശം മൊബൈൽ, 1, 2, 3, 4 മൊബൈലുകളൊക്കെ ഉണ്ടാകും. നിങ്ങളെല്ലാ അറിവുകളും കാര്യങ്ങളും ഇപ്പോൾ നിർവഹിക്കുന്ന, നിങ്ങളുടെ ആവശ്യം നിർവഹിക്കുന്ന മൊബൈലിലൂടെയാണ്. നിങ്ങളിവിടെ വിമാനത്തിൽ വരുന്നത്, അത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, മരുന്ന് കഴിക്കുന്നത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, ട്രെയിൻ യാത്രയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കുറിച്ചുള്ള അറിവുകൾ ഇന്ന് ആ മൊബൈലിലൂടെ നിങ്ങൾക്ക്, സിസ്റ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ചെറിയ നമ്മുടെ വിരൽ തുമ്പുകളിൽ അറിവുകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ്. ആ അറിവുകളിലൂടെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശാസ്ത്രരംഗത്തൊരു വളർച്ചയുണ്ട്. ആ വളർച്ചയുണ്ടാകുമ്പോൾ തന്നെ കൊലയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൊലകളെന്ന് പറയുന്നത്, ആ കൊലപാതകങ്ങളെന്ന് പറയുന്നത് എത്ര വികൃതമാണ്. ആ വികൃതമായ കൊലപാതകങ്ങൾ ഇന്ന് സംഭവിക്കുന്നത് പണത്തെ മോഹിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു പുതിയ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുകയാണ്. ആഭിജാത്യക്കൊലയെക്കുറിച്ച് 2 സ്ത്രീകളെ കഴുത്ത് വെട്ടി ശരീരത്തിൻ്റെ മാംസപിണ്ഡങ്ങളാക്കി മനുഷ്യമാംസം വേവിച്ച് കഴിക്കാനും രക്തം കൊണ്ട് ശുദ്ധി വരുത്തി പണമുണ്ടാക്കാനും കഴിയും. ഒരു സ്ത്രീയെ വെട്ടിക്കൊന്ന് ഹോമം നടത്തി ശുദ്ധി വരുത്തിയിട്ടും അവർക്ക് ലക്ഷ്യമെത്താൻ കഴിയാതിരുന്നത് ഈ ക്രിയ പൂർണ്ണമാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മറ്റൊരു പ്രക്രിയയിലേക്ക് കടന്നു, മറ്റൊരു സ്ത്രീയെ കൂടി. ഈ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ചിന്തകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ആൾദൈവങ്ങൾ എല്ലാം പ്രത്യക്ഷപ്പെടുകയാണ്. അത്തരമൊരു കാലഘട്ടം ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധം, ശാസ്ത്ര വളർച്ചയെ ദുർബലപ്പെടുത്താൻ അതിന് ഉതകുന്ന തരത്തിലുള്ള ചിന്തകളും പ്രചാരങ്ങളും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കാൻ, പിന്നോട്ട് വലിക്കാൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുകയും ശാസ്ത്രത്തെ അന്ധവിശ്വാസമായി ക്രമീകരിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തെ സംരക്ഷിക്കുന്ന പുതിയ രൂപഭാവങ്ങളും പ്രത്യക്ഷപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രധാനികളായിരിക്കും. ആ പ്രധാനികളായിട്ടുള്ള നിങ്ങൾ, ഈ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രധാനികളായിട്ടുള്ള നിങ്ങൾ, ഈ പണ്ട് നമ്മൾ സാക്ഷര കേരളം സൃഷ്ടിക്കാൻ അക്ഷരം പഠിപ്പിക്കുക, ആ നിലകളിലേക്ക് അക്ഷരങ്ങളെ പഠിപ്പിക്കാനും വായിക്കാനും പഠിപ്പിച്ചു. ആ ലക്ഷ്യപൂർത്തീകരണമായി ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിരക്ഷരരുണ്ട് ഇവിടെ. ആ നിരക്ഷരർ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ, ആ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ പ്രാപ്തരല്ലാത്തൊരു സമൂഹമുണ്ട്. അവരെ പ്രാപ്തരാക്കണം. ഇന്നത്തെ യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറും അതിൻ്റെ ഉപയോഗവും പ്രയോഗത്തിൽ വരുത്താൻ, പുതിയ സാക്ഷരത, നിരക്ഷരത ഇല്ലാതാക്കാൻ പുതിയ സാക്ഷരതാ പ്രവർത്തനമെന്ന് പറയുന്നത് ലൈബ്രറി കൗൺസിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ പരിശീലനം, ഇത് നൽകിക്കൊണ്ട് വേണം ഇന്ന് സാക്ഷരത സൃഷ്ടിക്കാൻ, സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് പോകാൻ. അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രായസ്ഥരായ ആളുകൾക്ക് പലർക്കും ഇന്നത്തെ യുഗത്തിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ വരും. അത് മാനസിക സംഘർഷത്തിലേക്കും ശാരീരിക അസ്വസ്ഥതയിലേക്കും അറിയപ്പെടാതെ അവർ സഞ്ചരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ പുതിയ യുഗത്തിനനുസരിച്ച് ലൈബ്രറി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി ഒരു സമ്പൂർണ്ണ സാക്ഷരത, കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയത്തക്ക നിലയിൽ എല്ലാ ലൈബ്രറികളും പുതിയ സാങ്കേതിക വിദ്യ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാകണം. സ്ത്രീകളെയും
പ്രായസ്ഥരെയും ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കി തീർത്തുകൊണ്ട് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സാക്ഷരതയിലേക്ക് കുതിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ന് പുതിയൊരു ഉത്തരവാദിത്വമാണ് നമ്മളിൽ നിക്ഷിപ്തമാകുന്നത്. ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ, ആ കാര്യങ്ങളെല്ലാം ജനോപകാരപ്രദമായി നിർവഹിക്കാൻ, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിച്ചു പോകാൻ ലൈബ്രറി കൗൺസിലിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ ഭാവിയിൽ കഴിയട്ടെ. ഈ ഗ്രന്ഥശാലകളെല്ലാം, ഈ ലൈബ്രറി കൗൺസിലിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങൾ തന്നെയാണ്. അത് കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ, അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലെ പൊതുപ്രവർത്തകർ, സാമൂഹ്യ സേവകരായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ദൗത്യം നിർവഹിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യനായ ആദരണീയനായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.